കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൻ്റെ 2-3 ദിവസം മുമ്പ് ഡൽഹിയിൽ നിന്ന് വളരെ ഉന്നതനായ ഒരു വ്യക്തി തിരുവനന്തപുരത്തെത്തി. BJPയുടെ വലിയ നേതാവൊന്നുമല്ല, പക്ഷേ വളരെ ഉയർന്ന ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം വന്ന് താമസിച്ചത് നമ്മുടെ രാജ്ഭവനില്ല. അദ്ദേഹത്തിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലത്തീൻ സഭയുടെ തിരുവനന്തപുരം അതിരൂപത മേലധ്യക്ഷൻ തോമസ് നെറ്റോ പിതാവിനെ നേരിൽ കാണണം. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി, പിതാവിനെ വിളിച്ചു. പക്ഷെ പിതാവ് അപ്രതീക്ഷിതമായ ഒരു തീരുമാനമാണ് എടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങയെ കാണുന്നതിൽ സന്തോഷമേ ഉള്ളൂ, പക്ഷേ ഇപ്പോഴല്ല, വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. ഈ ഡൽഹിയിൽ നിന്ന് വന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം വേറെയായിരുന്നു. അദ്ദേഹം ലത്തീൻ അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ ഒരു പൊന്നാട അണിയിച്ച് ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ തിരുമേനി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. പകരം ഒരു പൂച്ചെണ്ട് അങ്ങോട്ട് സമ്മാനിക്കുന്നു. അതിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നു. അത് പിറ്റേന്നത്തെ മലയാള മനോരമ, മാതൃഭൂമി മുതലായ പത്രങ്ങളുടെ 1-ാം പേജിൽ വരുന്നു. അത്രയും മാത്രം മതി. കാരണം ലക്ഷ്യമെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടത് ലത്തീൻ സമുദായാംഗങ്ങളുടെ കുറച്ച് വോട്ട് വേണം. അതിനുവേണ്ടി പയറ്റിയ ഒരു പണിയായിരുന്നു. ഈ ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തി തോമസ് നെറ്റോ തിരുമേനിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു, ചിത്രങ്ങളെടുക്കുന്നു, അത് പത്രങ്ങളിൽ വരുന്നു. അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത് രാജീവ് ചന്ദ്രശേഖരെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ്. ഇനി അതൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ ഒരു ചിത്രം മതി. ഈ വന്നയാളും ആർച്ച് ബിഷപ്പുമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു ചിത്രം മതി. അത് ധാരാളം മതി. അതായിരുന്നു ലക്ഷ്യം. പക്ഷേ ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ തിരുമേനി അതിന് തയ്യാറായില്ല. അതുകൊണ്ട് എന്തു സംഭവിച്ചു? രാജീവ് ചന്ദ്രശേഖർക്ക് ലോക്സഭയിലെത്താൻ കഴിഞ്ഞില്ല. ആ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തോമസ് നെറ്റോ പിതാവ് ഈ തീരുമാനമെടുത്തത്. പക്ഷേ അതിന് ഒരു ദിവസമോ 2 ദിവസമോ മുമ്പ് കൊച്ചിയിൽ വെച്ച് മറ്റൊരു കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷന്മാരുമായി, 2 പ്രമുഖ വ്യക്തികളുമായി, കൊച്ചിയിലും കുറവിലങ്ങാട്ടുമായിട്ട് ഈ ഡൽഹിയിൽ നിന്ന് വന്ന വ്യക്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൻ്റെ ലക്ഷ്യം തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരിലെ സുരേഷ് ഗോപി അദ്ദേഹത്തെ വിജയിപ്പിക്കണം. ഈ കൂടിക്കാഴ്ച നടന്നതുകൊണ്ടാണോ അല്ലയോ എന്നറിയില്ല. എന്തായാലും സുരേഷ് ഗോപി ജയിച്ചു. ഇവിടെ ഈ കൂടിക്കാഴ്ച നടക്കാതിരുന്നത് കൊണ്ടാണോ അല്ലയോ എന്നറിയില്ല. രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടു. വീണ്ടും ഒരിക്കൽ കൂടി ശശി തരൂർ ലോക്സഭയിലെത്തി. കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർ ഏതാണ്ട് കേരളം ഉണ്ടായ കാലം മുതൽ, അല്ലെങ്കിൽ തിരുവിതാംകൂർ ആയിരിക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അവരുടെ ബഹുഭൂരിപക്ഷം വോട്ടുകളും വോട്ടർമാരും കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. അല്ലാത്തവരില്ല എന്നല്ല, വേറെയും രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഭൂരിപക്ഷം എന്നാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബാങ്കായിട്ടാണ് ലത്തീൻ സമുദായം അറിയപ്പെടുന്നത്. അത് ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളം വേണ്ട, തിരുവിതാംകൂർ എടുക്കൂ. തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉത്തരവാദഭരണ പ്രക്ഷോഭം നടക്കുന്ന കാലം മുതൽ തിരുവനന്തപുരത്തെ കടലോരങ്ങളിൽ ആ സമരത്തിന് അനുകൂലമായി ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നു. അതിനുവേണ്ടി ആളുകൾ സമരരംഗത്ത് ഇറങ്ങിയിരുന്നു. പിന്നീട് വിമോചന സമരം 1956 തെരഞ്ഞെടുപ്പിന് ശേഷം EMS നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാരിനെതിരായിട്ട് കോൺഗ്രസിൻ്റെയും മറ്റും നേതൃത്വത്തിൽ നടന്ന വിമോചന സമരം, ആ സമരത്തിൽ ഇവർ വളരെ സജീവമായിട്ട് ഭാഗഭാക്കായവരാണ്. ഒരുപക്ഷേ ചരിത്രം വായിച്ചിട്ടുള്ളവർ ഓർമ്മിക്കുമായിരിക്കും ചെറിയ തുറയിലെ ഫ്ലോറി എന്ന ഗർഭിണിയുടെ മൃതശരീരത്തിൻ്റെ ചിത്രം. അത് വിമോചന സമരത്തിൻ്റെ മുഖചിത്രമായി മാറിയ, അനേകരെ കരയിച്ച ഒരു ചിത്രമായിരുന്നു. ഫ്ലോറി ഒരു സമരനായികയൊന്നുമായിരുന്നില്ല. ചെറിയ തുറയിലെ ഒരു സാധാരണ സ്ത്രീയായിരുന്നു, ഗർഭിണിയായിരുന്നു. ഇളയ കുഞ്ഞിനെ മടിയിൽ ഇരുത്തിക്കൊണ്ട് വീട്ടുമുറ്റത്തെ കിണറ്റിൻകരയിൽ ഇരിക്കുമ്പോഴാണ് പോലീസിൻ്റെ വെടിയേറ്റത്. പെട്ടെന്ന് പാഞ്ഞു വന്ന ഒരു പോലീസ് ജീപ്പ്, അവർ അവിടുത്തെ ആളുകളുമായി ഏറ്റുമുട്ടുന്നു.
അതിൻ്റെ പശ്ചാത്തലമൊന്നും ഇവിടെ വിവരിക്കേണ്ട കാര്യമില്ല. ആ ഏറ്റുമുട്ടലിൽ ഒടുവിൽ നടന്ന വെടിവെപ്പിലാണ് ഫ്ലോറി മരിക്കുന്നത്. അതിനുശേഷം കേരളമെങ്ങും ഉയർന്നു കേട്ടൊരു മുദ്രാവാക്യമുണ്ട്: തെക്കൊരു ദേശത്ത് തിരമാലകളുടെ തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ വെടിവെച്ച് കൊന്ന സർക്കാരെ നിങ്ങളോട് ഞങ്ങൾ പകരം ചോദിക്കും എന്ന മുദ്രാവാക്യം. പറഞ്ഞല്ലോ, ആ മുദ്രാവാക്യവും ഫ്ലോറിയെ മടിയിൽ കിടത്തിക്കൊണ്ട് ഫ്ലോറിയുടെ ഭർത്താവിരിക്കുന്ന ചിത്രവുമൊക്കെ അന്ന് വിമോചന സമരത്തിൻ്റെ പ്രതീകങ്ങളായി മാറിയതാണ്. വിമോചന സമരത്തിൻ്റെ പിന്നാമ്പുറത്തെക്കുറിച്ച് CPM നേതാവ് തോമസ് ഐസക് എഴുതിയ പുസ്തകത്തിൻ്റെ കവർ ചിത്രവും ഇതുതന്നെയാണ്. ആ ചിത്രത്തിൻ്റെ ശക്തി, ബലം, അതാണ് ഈ കവർ ചിത്രമായിട്ട് ഇത് ഉപയോഗിക്കാൻ കാരണമെന്ന് തോമസ് ഐസക് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സമുദായം, അവരെന്നും കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് കടലാണ്. കടലിൽ പോകണം, മീൻ പിടിക്കണം, ആ മീൻ കൊണ്ടുവന്ന് വിൽക്കണം, അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഓരോ ദിവസവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അവർ. ഒരു ദിവസം കടലിൽ പോയില്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ വീടുകളിൽ, അവരുടെ അടുക്കളയിൽ തീ പുകഞ്ഞില്ല എന്ന് വരും, അടുപ്പിൽ തീ കത്തിയില്ല എന്ന് വരും. പക്ഷേ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം ഇവരാരും കടലിൽ പോവില്ല. ഇവിടെ വന്ന് പോളിംഗ് ബൂത്തുകളുടെ മുമ്പിൽ ക്യൂ ആയി നിന്നിട്ട് നുകം വെച്ച കാളയ്ക്ക് അല്ലെങ്കിൽ പശുവിനും കിടാവിനും അല്ലെങ്കിൽ കൈപ്പത്തിക്ക് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരാണ്. അവർ വിശ്വസിക്കുന്ന പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അവർക്കും ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും. അവരുടെ ഒരു പ്രതിനിധി മന്ത്രിസഭയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അവരുടെ ആളുകൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് വരണമെന്ന് അവർ ആഗ്രഹിച്ചെങ്കിൽ എങ്ങനെയാണ് കുറ്റം പറയാൻ സാധിക്കുക? ഇത്തവണ UDF 102 സീറ്റ് നേടിക്കൊണ്ടാണ് അധികാരത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് VD സതീശൻ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ വിജയത്തിൽ കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർക്ക് അവരുടേതായ ഒരു പങ്കുണ്ട്. അവരാണ് UDFനെ വിജയിപ്പിച്ചതെന്നും അവർ പറയില്ല കേട്ടോ. പക്ഷേ അവർക്ക് അവരുടേതായ ഒരു പങ്കുണ്ട്. തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളിൽ, നെയ്യാറ്റിൻകരയിൽ, കോവളത്ത്, തിരുവനന്തപുരം സെൻട്രലിൽ, വട്ടിയൂർക്കാവിൽ, അതുപോലുള്ള ചില തീരദേശ മണ്ഡലങ്ങളിലൊക്കെ UDF വിജയക്കൊടി പാറിച്ചല്ലോ. അതിൻ്റെ മുന്നിൽ ഇവരുണ്ടെന്നേ. ഈ ലത്തീൻ കത്തോലിക്കരുണ്ട്, അവരുടെ വോട്ടുണ്ട്. അതില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കോവളത്തു നിന്ന് ജയിച്ച അവരുടെ MLA ആ സമുദായത്തിൽപ്പെട്ട വിൻസെൻ്റ് ഒരു മന്ത്രിയാകുമെന്ന് അവർ ആഗ്രഹിച്ചു. തെറ്റ് പറയാൻ പറ്റുമോ? പക്ഷേ ആയില്ല. പല കാരണങ്ങളാൽ, പല കണക്ക് കൂട്ടലുകൾ. മന്ത്രിസഭാ രൂപവൽക്കരണം എന്ന് പറയുന്ന അത്ര നിസ്സാരമായ കാര്യമല്ല. പല പല കാര്യങ്ങൾ, സാമുദായികമായ പ്രാതിനിധ്യം, പ്രാദേശികമായിട്ടുള്ള പ്രാതിനിധ്യം ഒക്കെ നമ്മൾ നോക്കണം. പല പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. എന്തായാലും വിൻസെൻറ്റിന് അവർ പ്രതീക്ഷിച്ച മന്ത്രിസ്ഥാനം കിട്ടിയില്ല. അതുകൊണ്ട് ലത്തീൻ കത്തോലിക്കർ സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിച്ചു. അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നില്ല, സന്ദർശനത്തിലേക്ക് വന്നില്ല. ഞങ്ങളെ വേണ്ടാത്തവരെ അന്വേഷിച്ച് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്നായിരിക്കാം അവർ വിചാരിച്ചത്. എന്തായാലും അവർ സത്യപ്രതിജ്ഞയിൽ പങ്കെടുത്തില്ല. അത് മനസ്സിലാക്കി കേരള ഗവൺമെൻറ്. VD സതീശന് അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഗൗരവം പിടികിട്ടി. അദ്ദേഹം അന്ന് തന്നെ ആർച്ച് ബിഷപ്സ് ഹൗസിലേക്ക് പോയി, ലത്തീൻ സഭയുടെ ആസ്ഥാന മന്ദിരം. അവിടെ ചെന്ന് അദ്ദേഹം തോമസ് നെന്റോ പിതാവിനെ കാണുന്നു, മറ്റ് വൈദിക ശ്രേഷ്ഠരെ കാണുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, അവരുടെ പരാതികൾ കേൾക്കുന്നു, പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. അപ്പോൾ ഈ ലത്തീൻ സമൂഹം മുന്നോട്ട് വെച്ച ഒരു അഭിപ്രായം, ഫിഷറീസ് വകുപ്പ് നിങ്ങൾ കോൺഗ്രസ്സുകാർ ഏറ്റെടുക്കണം. ഞങ്ങൾക്ക് പ്രതിനിധികളില്ല, മന്ത്രിസഭയിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യമില്ല, പക്ഷേ കോൺഗ്രസ്സിനുണ്ടല്ലോ, അവരിലൊരാൾ ഫിഷറീസ് വകുപ്പ് എടുക്കണം. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് എടുക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് കൊടുക്കേണ്ടത് ഫിഷറീസ് വകുപ്പ്, അല്ലെങ്കിൽ അത് വേണമെന്നാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. ലത്തീൻ സമുദായക്കാർക്ക് മുസ്ലിം ലീഗുകാരോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടല്ല. പക്ഷേ അടുപ്പവും ബന്ധമുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അവരുടെ ഒരു മന്ത്രി ആ വകുപ്പ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പറയാൻ, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അത് എളുപ്പമുള്ള ഒരു വഴിയായിരിക്കും. ഒരു കോൺഗ്രസിൻ്റെ മന്ത്രി ആ വകുപ്പ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. അവർ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന വള്ളത്തിൽ വയ്ക്കുന്ന യമഹ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ മണ്ണെണ്ണയുടെ കാര്യം മുതൽ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പറയാൻ ഒരാൾ, സ്വാതന്ത്ര്യമുള്ള ഒരാൾ, അതാണ് കോൺഗ്രസ് ആ വകുപ്പ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ ആ വകുപ്പുകൾക്ക് വേണ്ടിയുള്ള ചർച്ചകളിൽ അല്ലെങ്കിൽ വിലപേശലുകൾക്കിടയിൽ ഫിഷറീസ് ലീഗിന് തന്നെ കൊടുക്കേണ്ടി വന്നു. പഴയ ഫിഷറീസ് വകുപ്പല്ല ഇപ്പോഴുള്ളത്. ബ്ലൂ വാട്ടർ പോളിസി നിലവിൽ വന്നതിന് ശേഷം ആ വകുപ്പിൻ്റെ പ്രാധാന്യം വളരെ വർദ്ധിച്ചിരിക്കുകയാണ്.
കരയിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരെയുള്ള സമുദ്രഭാഗങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരികയാണ്. അവിടെ വലിയ തോതിലെ ഖനന പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, VD സതീശൻ്റെ ചില വികസന സങ്കല്പങ്ങൾ, കേരളത്തെ ഒരു വലിയ കടലോര ഗ്രാമമായി കണ്ടുകൊണ്ട് അദ്ദേഹം നെയ്തെടുക്കുന്ന ചില സ്വപ്നങ്ങൾ, വികസന സ്വപ്നങ്ങളുണ്ട്. അതിലൊക്കെ ഈ കായലും കടലും ഉൾനാടൻ ജലാശയങ്ങളും ഒക്കെ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഫിഷറീസ്, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പ്രസക്തി വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാവണം ഫിഷറീസ് വകുപ്പിന് വേണ്ടി ചില വിലപേശലുകൾ നടന്നത്. എന്തായാലും ആ ഒരു വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം പോലും നടന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ലത്തീൻ കത്തോലിക്കർ നിരാശരാവണം. പക്ഷേ ഇത് പരിഹരിക്കേണ്ടത് ഈ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് സതീശൻ, നമ്മുടെ മുഖ്യമന്ത്രി, പലപ്പോഴും പറയുന്ന, ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. എക്കാലത്തും കൂടെ നിന്നിട്ടുള്ള ആളുകളാണ്. പറഞ്ഞില്ലേ, തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണം മുതൽ ഇങ്ങോട്ട് ഓരോ ആവശ്യങ്ങളിൽ, ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കോൺഗ്രസിനൊപ്പം നിന്ന ഒരു സമുദായം, അവരെ ചേർത്ത് പിടിക്കേണ്ടത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. വകുപ്പ് കിട്ടിയില്ലെങ്കിലും ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ മത്സ്യഫെഡ് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഒരുപക്ഷെ അതിൻ്റെ അധ്യക്ഷ സ്ഥാനം ഈ സമുദായത്തിൽപ്പെട്ട ആർക്കെങ്കിലും നൽകുകയാണെങ്കിൽ അവർ സംതൃപ്തരായേക്കാം, അല്ലെങ്കിൽ അവരുടെ അതൃപ്തി മാറിയേക്കാം. ആ വഴിക്കൊക്കെ ഗവൺമെൻറ് ചിന്തിക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ എന്തായാലും ഇതുപോലെയുള്ള ദുർബലരായ സമൂഹങ്ങളെ, സമുദായങ്ങളെ UDF വിസ്മരിക്കാൻ പാടില്ല. വലിയ പ്രതീക്ഷയോടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും അവരുടേതായ പ്രതീക്ഷകൾ ഈ സർക്കാരിൽ അർപ്പിച്ചിരിക്കുക. അതുപോലെ പ്രതീക്ഷ കേരളത്തിലെ ലത്തീൻ സമുദായക്കാർക്കും ഉണ്ട്. അത് ഈ സർക്കാർ മറക്കരുത്.